ഹരേ കൃഷ്ണ. എല്ലാ ഭഗവത് ഭക്തർക്കും വിനീത പ്രണാമം. എല്ലാവർക്കും രാധേശ്യാം എന്ന ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 2025 നവംബർ 15 ശനിയാഴ്ചയാണ് ഉൽപ്പന്ന ഏകാദശി. ഉൽപ്പന്നം എന്നാൽ അതിൻ്റെ അർത്ഥം ജനനം അല്ലെങ്കിൽ ഉത്ഭവം എന്നാണ്. ഏകാദശി ഈ ഉൽപ്പന്ന ഏകാദശിയോടെയാണ് ഏകാദശി വ്രതം ആരംഭിക്കുന്നത്. ഏകാദശി വ്രതം മറ്റു വ്രതങ്ങളിൽ നിന്ന് ശ്രേഷ്ഠമാകുന്നത് എങ്ങനെയെന്ന് നമുക്കറിയാം. ഏകാദശി വ്രതത്തിൻ്റെ ഉത്ഭവം തന്നെ ഈ ഉൽപ്പന്ന ഏകാദശിയോടെയാണ് തുടങ്ങുന്നത്. ഏകാദശി വ്രതത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ഉൽപ്പന്ന ഏകാദശി ഒരു പ്രധാന ഏകാദശിയാണ്. എല്ലാ ഏകാദശി വ്രതങ്ങളും ഭഗവാൻ വിഷ്ണുവിൻ്റെ യോഗമായ ദേവിയായ ഏകാദശി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ സംരക്ഷണ ശക്തികളിൽ ഒന്നാണ് ഏകാദശി ദേവി. ഇതുവരെയും ഏകാദശി വ്രതം എടുക്കാത്തവരാണെങ്കിൽ ഈ ഉൽപ്പന്ന ഏകാദശി മുതൽ വ്രതം എടുത്തു തുടങ്ങാവുന്നതാണ്. ശ്രീകൃഷ്ണ ഭഗവാനോട് അർജുനൻ ഒരിക്കൽ ഇപ്രകാരം ചോദിച്ചു: അല്ലയോ ഭഗവാനെ, എന്ത് പേരിലാണ് ഈ മാർഗശീർഷ മാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി അറിയപ്പെടുന്നത്? ഈ ഏകാദശിയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ മഹത്വം എന്താണ്? എല്ലാം അങ്ങ് വിശദമാക്കിയാലും. അല്ലയോ പാർത്ഥ, ഈ ഏകാദശി ഉൽപ്പന്ന ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഏകാദശിയെക്കുറിച്ച് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് ഭവിഷ്യോത്തര പുരാണത്തിൽ വിവരിക്കുന്നു. അല്ലയോ പാർത്ഥ, ഈ ഏകാദശി ഉൽപ്പന്ന ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. ഉൽപ്പന്നം എന്നാൽ ആരംഭം അല്ലെങ്കിൽ ജനനം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതിൻ്റെ വ്രതകഥ ഇപ്രകാരമാണ്. സത്യയുഗത്തിൽ മുര എന്നൊരു ഭീകരനായ രാക്ഷസൻ ഉണ്ടായിരുന്നു. മുരൻ അത്യധികം ശക്തനും ഭയങ്കരനുമായിരുന്നു. എല്ലാ ദേവന്മാരെയും പരാജയപ്പെടുത്തി. മുരനെ ദേവന്മാർക്കും മനുഷ്യർക്കും ഭയമായി. എല്ലാ ദേവന്മാരും ശിവൻ്റെ അടുത്തേക്ക് സഹായം തേടി. 3 ലോകങ്ങളുടെയും അധിപനായ വിഷ്ണു ഭഗവാനെ സമീപിക്കുവാൻ മഹാദേവൻ അവരോട് പറഞ്ഞു. ഭഗവാൻ വിഷ്ണുവും ദേവന്മാരും മുരയുടെ ഭരണനഗരമായ ചന്ദ്രാവതിയിലെത്തി. ഭഗവാൻ വിഷ്ണു ഒരു വശത്തും മുരനും അവൻ്റെ സൈന്യവും മറുവശത്തുമായി യുദ്ധം ആരംഭിച്ചു. എന്നാൽ 10,000 വർഷങ്ങൾ നീണ്ടുനിന്ന യുദ്ധത്തിൽ ഭഗവാന് മുരനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. മുരൻ്റെ എല്ലാ സൈന്യങ്ങളും നശിച്ചു. എന്നാൽ അതിശക്തനായ മുരനെ വധിക്കുവാൻ ഭഗവാന് കഴിഞ്ഞില്ല. ഒരു ദിവസം യുദ്ധത്തിനിടയിൽ മായാവിയായ മുരൻ മറഞ്ഞു. ഈ സമയത്ത് ഭഗവാൻ ശ്രമിക്കാനായി ബദരിക ആശ്രമത്തിലെ മനോഹരമായ ഹേമാവതി എന്ന ഗുഹയിൽ പോയി. എന്നാൽ ഈ സമയം മുരൻ ഭഗവാനെ വധിക്കാനായി ഗുഹയിലെത്തി. ഭഗവാൻ വിശ്രമിക്കുന്നത് കണ്ടു. ഭഗവാനെ ആക്രമിക്കാൻ തയ്യാറായപ്പോൾ ഭഗവാന്റെ ശരീരത്തിൽ നിന്ന് ദിവ്യ തേജസ്സുള്ള ജ്വലിക്കുന്ന ഒരു ദിവ്യരൂപം പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനിൽ നിന്ന് ആവിർഭവിച്ച ആ ദേവി യോഗമായ ദേവിയായിരുന്നു. ആ ദിവ്യശക്തി മുരനെ വധിച്ചു. വിശ്രമത്തിൽ നിന്ന് ഉണർന്ന ഭഗവാൻ കണ്ടത് മുരൻ്റെ മൃതദേഹവും അതിനടുത്ത് തന്നെ ദിവ്യ തേജസ്സുള്ള മായാദേവിയെയും. ദേവി ഭഗവാനെ വന്ദിച്ചു നിന്നു. ഇത് കണ്ട് അത്ഭുതപ്പെട്ട ഭഗവാൻ ചോദിച്ചു: നീ ആരാണ്? മായാദേവി ഇപ്രകാരം പറഞ്ഞു: ഭഗവാനെ, ഞാൻ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അങ്ങയെ വധിക്കാൻ മുരൻ വന്നപ്പോൾ അങ്ങയെ സംരക്ഷിക്കാൻ വന്നതാണ് ഞാൻ. അങ്ങനെ ഞാൻ അവനെ വധിച്ചു. ഇത് കേട്ട് ഭഗവാൻ പറഞ്ഞു: ഈ സംരക്ഷണ പ്രവൃത്തിയിൽ ഞാൻ അതീവ സന്തുഷ്ടനാണ്. നിനക്കിഷ്ടമുള്ള വരം ചോദിക്കൂ. ഇത് കേട്ട് ദേവി ഭഗവാനോട് അരുളി ചെയ്തു: അല്ലയോ ഭഗവാനെ, ഈ ദിവസം ഉപവസിച്ച് അങ്ങയെ ഭജിക്കുന്നവർക്ക് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി കൊടുക്കുകയും ഈ ലോകത്ത് ജീവിക്കുന്നത് വരെ സകല സൗഭാഗ്യങ്ങൾ അവർ അനുഭവിച്ച് ജീവിതാവസാനത്തിൽ അവർക്ക് മോക്ഷം നൽകി അങ്ങയുടെ വൈകുണ്ഠലോകത്തിൽ അവർക്ക് എത്തിച്ചേരുവാൻ അങ്ങ് അവരെ അനുഗ്രഹിക്കണമെന്നും ദേവി ഭഗവാനോട് അഭ്യർത്ഥിച്ചു. അല്ലയോ ദേവി, നീ എൻ്റെ ആത്മീയ ശക്തിയാണ്. ഇന്നത്തെ ദിവസം ഏകാദശി തിഥിയാണ്. അതുകൊണ്ട് തന്നെ ദേവിയുടെ പേര് ഏകാദശി ദേവി എന്നായിരിക്കും.
അതുകൊണ്ട് ദേവി പറഞ്ഞതുപോലെ ഈ ദിവസം ഉപവസിക്കുന്ന ഏതൊരാൾക്കും അവരുടെ പാപങ്ങൾ നശിച്ച് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും അനുഭവിച്ച് ജീവിതാന്ത്യത്തിൽ എൻ്റെ ധാമത്തിൽ, അതായത് വൈകുണ്ഠത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. നമ്മളെല്ലാവരും ധാരാളം വ്രതങ്ങൾ എടുക്കാറുണ്ട്. അതെല്ലാം തന്നെ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ സകല സൗഭാഗ്യത്തോടെയും ജീവിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ നമ്മൾ ഓരോ ജന്മങ്ങളിലും എടുക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുള്ള പാപങ്ങൾ നശിക്കുന്നതിന് ഏകാദശി വ്രതം മാത്രമാണ് പരിഹാരം. ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളോടെ ആചരിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജനന മരണചക്രങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയുള്ളൂ. അല്ലയോ ദേവി, മനുഷ്യർ മാത്രമല്ല ദേവന്മാരും എല്ലാ യുഗങ്ങളിലും നിന്നെ ആരാധിക്കും. ഏകാദശി വ്രതമല്ലാതെ മറ്റൊരു വ്രതവും എന്നെ സന്തോഷിപ്പിക്കില്ല. അങ്ങനെ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായി മാറുന്നതാണ് ഈ ഏകാദശി വ്രതം. ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ ഈ വ്രതകഥ കേൾക്കുകയും പാരണ വിടുന്ന സമയത്ത് ഈ വ്രതകഥ കേട്ടുകൊണ്ട് പാരണ വിടുകയും ഈ വ്രതകഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത് വളരെ ശ്രേഷ്ഠമാണ്. 1000 അശ്വമേധയാഗങ്ങൾ നടത്തിയ പുണ്യമാണ് ഈ വ്രതത്തിലൂടെ ലഭിക്കുന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഏകാദശി ദിവസം നവംബർ 15-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ 12:49 മുതൽ 16-ാം തീയതി പുലർച്ചെ 2:37 വരെ. ഇനി ഹരിവാസര സമയം നോക്കാം. ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം ഏറ്റവും കൂടുതൽ ഭൂമിയിലുള്ള സമയമാണ് ഹരിവാസര സമയം. ഏകാദശി ദിവസം, അതായത് നവംബർ 15-ാം തീയതി രാത്രി 8:12 മുതൽ പിറ്റേ ദിവസം രാവിലെ 9:08 വരെയാണ് ഹരിവാസര സമയം. ഈ ഹരിവാസര സമയത്ത് നാം ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും 1000 മടങ്ങ് ഫലമാണ് ലഭിക്കുന്നത്. ഈ സമയത്ത് ഉറക്കമൊഴിഞ്ഞ് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉപവസിച്ചാൽ അശ്വമേധയാഗം ചെയ്തതിനേക്കാൾ പുണ്യമാണ് ലഭിക്കുന്നത്. ഹരിവാസര സമയം കണക്കാക്കുന്നത് ഏകാദശിയുടെ അവസാനത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആരംഭത്തിൽ വരുന്ന 15 നാഴികയും ചേർന്ന 30 നാഴികയാണ് ഹരിവാസര സമയം. 30 നാഴിക എന്ന് പറയുമ്പോൾ 12 മണിക്കൂർ. ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും പുണ്യമായ സമയമാണ് ഹരിവാസര സമയം. ഈ 12 മണിക്കൂറിൽ വീണ്ടും ശ്രേഷ്ഠമായ സമയം ദ്വാദശി ആരംഭിക്കുന്ന ആദ്യത്തെ 15 നാഴിക, അതായത് ആദ്യത്തെ 6 മണിക്കൂർ. ഈ സമയം 5 തിരിയിട്ട് നെയ്ദീപം കൊളുത്തി ഭാഗവതം, ഭഗവത്ഗീത, നാരായണീയം, ഹരേ കൃഷ്ണ മഹാമന്ത്രജപം, ഓം നമോ ഭഗവതേ വാസുദേവായ, ശ്രീകൃഷ്ണ പരമാത്മനേ നമ എന്നീ മന്ത്രങ്ങൾ എല്ലാം തന്നെ നമുക്ക് ജപിക്കാവുന്നതാണ്. വിഷ്ണു സഹസ്രനാമം ചൊല്ലി തുളസീദളം കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം. ഭഗവാന് തുളസീഹാരം, മുല്ലപ്പൂമാല ലക്ഷ്മി ദേവിക്കും ഭഗവാനും ചാർത്താവുന്നതാണ്. ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ കൊണ്ടുള്ള ഹാരം, താമരപ്പൂ ഇതെല്ലാം കൊണ്ട് ഭഗവാനെ അലങ്കരിക്കുക. ഭഗവാന് പഴങ്ങൾ, പാൽപ്പായസം, വെണ്ണ എന്നിവ നിവേദ്യമായി വയ്ക്കാവുന്നതാണ്. ധൂപ ആരതി ചെയ്തതിന് ശേഷം ഇത് പ്രസാദമായി വ്രതമെടുക്കുന്നവർക്ക് കഴിക്കാം. വീട്ടിലെ മറ്റംഗങ്ങൾക്കും നൽകാം. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകാദശി വ്രതം എടുക്കുന്നവർ പാൽപ്പായസം പ്രസാദമാണെങ്കിൽ പോലും കഴിക്കുവാൻ പാടില്ല. കാരണം ഏകാദശിക്ക് ധാന്യങ്ങൾ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല. എന്നാൽ നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതം എടുത്താൽ മതി. അങ്ങനെ ഉപവാസം എടുക്കാൻ സാധിക്കുന്നവർ ഹരിവാസര സമയം മുഴുവനും ഉപവാസമെടുക്കുക, അല്ലെങ്കിൽ ഏകാദശി മുഴുവനും ഉപവാസമെടുക്കാം. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിയിലകൾ കൊണ്ട് പൂജ ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമാണ്. അതുകൊണ്ട് തുളസിയിലകൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറുത്തെടുക്കുകയാണെങ്കിൽ ദശമിക്ക് തന്നെ ഇലകൾ ശേഖരിച്ച് വയ്ക്കേണ്ടതാണ്. വ്രതത്തിന് എന്തെല്ലാം കഴിക്കാം എന്ന് നമുക്ക് നോക്കാം. പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ അവർക്ക് കൂടി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. എന്നും കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം, രോഗികൾ, ഗർഭിണികൾ, വൃദ്ധർ, കൊച്ചുകുട്ടികൾ ഇവരാരും തന്നെ വ്രതം അനുഷ്ഠിക്കേണ്ടതില്ല. നാമം ജപിച്ച് പീരീഡ്സ്, പുലവാലായ്മ എന്നുള്ളവർ ആരും തന്നെ
വ്രതമെടുക്കാം, എന്നാൽ നാമജപം ജപിക്കുന്നത് വിളക്കിന് മുന്നിലിരുന്ന് ജപിക്കുവാൻ പാടില്ല. ഏതെങ്കിലും റൂമിലിരുന്ന് നാമം ജപിക്കാവുന്നതാണ്. എല്ലാ ഹരിനാമ കീർത്തനങ്ങളും പറയാം. ഹരേ കൃഷ്ണ മഹാമന്ത്രം 108 ജപിക്കാം. നാരായണീയം, ഭഗവത്ഗീത, ഭാഗവതം എന്നിവയെല്ലാം തന്നെ വായിക്കാവുന്നതാണ്. ഇതിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഉള്ളതല്ല. 3 ദിവസങ്ങളിലും ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരുക. ദശമി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് കുളിച്ച് ഭഗവത് നാമങ്ങൾ ജപിച്ച് 5 തിരിയിട്ട് നെയ്വിളക്ക് കത്തിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് ദശമിക്കും ഏകാദശിക്കും ദ്വാദശിക്കും അങ്ങനെ വിളക്ക് തെളിയിക്കുന്നത് വളരെ ശ്രേയസ്കരമാണ്. ഇനി വ്രതം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് നോക്കാം. ഏകാദശി എപ്പോഴും 3 ദിവസങ്ങളിലും വ്രതം ആചരിക്കണം. വ്രതം ആചരിക്കുക എന്ന് പറഞ്ഞാൽ ദശമി ദിവസം ഒരിക്കലൂണ്, മറ്റ് 2 നേരങ്ങളിലും മറ്റ് ധാന്യങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ്. ദശമി ദിവസം 5 മണിക്ക് മുമ്പ് തന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിരിക്കണം. രാത്രിയിൽ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ പാലും പഴവും കഴിക്കാവുന്നതാണ്. ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസമായി എടുക്കാം, ജലം പോലും കുടിക്കാതെ. അത് ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം നിർജ്ജല ഏകാദശി എടുക്കാം. അല്ലെങ്കിൽ തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് ഏകാദശി വ്രതം അനുഷ്ഠിക്കാം. അതും അല്ലെങ്കിൽ മിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ട്, അതായത് ഏകാദശി ഭക്ഷണം. എന്തൊക്കെയാണ് ഏകാദശി ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചൗരി, ചാമ, ഫ്രൂട്ട്സ്, കിഴങ്ങുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ ഇവയെല്ലാം തന്നെ നമുക്ക് മിതമായി കഴിച്ചുകൊണ്ട് പാലും പാലുൽപ്പന്നങ്ങളും പാലും പഴവും കഴിച്ചുകൊണ്ടും നമുക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ മിതമായി മാത്രം ഭക്ഷണം കഴിക്കുക. ഏകാദശിക്ക് ഏറ്റവും കൂടുതൽ ഭഗവത് നാമങ്ങൾ ജപിക്കുന്നതാണ് ഏറ്റവും പുണ്യകരം. പാരണ വിടുന്നത് ക്ഷേത്രത്തിൽ പോയി നമുക്ക് പാരണ വിടാവുന്നതാണ്. നമ്മുടെ വീടിനടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലെയോ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളിലോ പോയി തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വിടാവുന്നതാണ്. വീട്ടിൽ വെച്ചാണ് പാരണ വിടുന്നതെങ്കിൽ നാമജപങ്ങളെല്ലാം ചെയ്ത് അതിനുശേഷം വ്രതകഥ കേട്ടുകൊണ്ട് തുളസി തീർത്ഥം സേവിച്ച് നമുക്ക് പാരണ വിടാവുന്നതാണ്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിയിലകൾ കൊണ്ട് പൂജ ചെയ്യുന്നത് വളരെ ശ്രേയസ്കരമാണ്. അതുകൊണ്ട് തുളസിയിലകൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറുത്തെടുക്കുകയാണെങ്കിൽ ദശമിക്ക് തന്നെ ഇലകൾ ശേഖരിച്ച് വെക്കേണ്ടതാണ്. ഇനി നമുക്ക് പാരണ സമയം നോക്കാം. പാരണ ടൈം എന്നോട് ചോദിച്ചിട്ടുള്ള സ്ഥലങ്ങളുടെ പാരണ ടൈം മാത്രമാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ സ്ഥലം ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാനത് ചേർക്കുന്നതായിരിക്കും. കേരളം പാരണ ടൈം 16-ാം തീയതി ഞായറാഴ്ചയാണ്. രാവിലെ 9:09 മുതൽ 10:10 വരെയാണ് പാരണ ടൈം. തമിഴ്നാട് 9:09 മുതൽ 9:58 വരെ. ഗോവ 9:09 മുതൽ 10:25 വരെ. ഗുജറാത്ത് 9:09 മുതൽ 10:44 വരെ. ഉത്തർപ്രദേശ് 9:09 മുതൽ 9:54 വരെ. ഡൽഹി 9:09 മുതൽ 10:19 വരെ. ആൻഡമാൻ നിക്കോബാർ 9:09 മുതൽ 9:13 വരെ. USA 6:44 മുതൽ 10:02 വരെ. UK മാഞ്ചസ്റ്റർ 7:33 മുതൽ 10:28 വരെ. ചില രാജ്യങ്ങളിൽ 16-ാം തീയതിയാണ് ഏകാദശി. 16-ാം തീയതി ഏകാദശിയും 17-ാം തീയതിയാണ് പാരണം വീടുന്നത്. ആ രാജ്യങ്ങളേതെന്ന് പറയാം. ഓസ്ട്രേലിയ, ജർമ്മനി, ന്യൂസിലൻഡ്, റഷ്യ, ഇറ്റലി, ചൈന, സിംഗപ്പൂർ, മലേഷ്യ. സിംഗപ്പൂരിൽ ഏകാദശി 16-ാം തീയതിയും പാരണ വിടുന്നത് 17-ാം തീയതിയുമാണ്. ടൈം 6:48 മുതൽ 7:17 വരെ. രാവിലെ 6:48 മുതൽ 7:17 വരെ. മലേഷ്യ 17-ാം തീയതിയാണ് പാരണ വിടുന്നത്. ഏകാദശി 16-ാം തീയതിയാണ്. പാരണ വിടുന്നത് 17-ാം തീയതി രാവിലെ 6:59 മുതൽ 7:17 വരെ. ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ
ഇതിലൂടെ കമൻറ്റ് ചെയ്യുക. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ഏകാദശി വ്രതം നിങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിലെടുത്ത് ഭഗവാന്റെ അനുഗ്രഹം നേടുക. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഹരേ കൃഷ്ണ.